ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്നലെ ഞാൻ ഷെയർ ചെയ്ത വീഡിയോ ബട്ടർസ്കോച്ച് കേക്കിനും പുഡിങ്ങിനും ഐസ്ക്രീമിനും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രളയനായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഒരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മൾ അളന്നെടുത്തിട്ട് ലെവലായിട്ടാണ് കേട്ടോ അത് പൊടിച്ചു വയ്ക്കുക. കാരണം അതിൻ്റെ ചൂടൊന്ന് പോകണമല്ലോ. എന്നിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ 1/4 കപ്പ് ലെവൽ മൈദ എടുക്കുക, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. എല്ലാം ലെവലാണ് കേട്ടോ, ഇതിൽ സോഡാപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഇടുന്നത് ഉപ്പാണ്, ഒരു 2 നുള്ള് ഉപ്പ് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ 3 പ്രാവശ്യമെങ്കിലും അത് ഒന്ന് ഇടയണം. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ കട്ടകളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ബേക്കിംഗ് പൗഡറിലൊക്കെ ചെറിയ കട്ടകൾ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അകത്തെ കട്ടകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുറച്ച് ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടു, ഈ മൈദയുടെ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തും ഒരു പൊടിക്ക് ഉപ്പിടുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ എടുക്കുന്ന അളവ് ഞാൻ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ കേക്കിന് ഞാൻ ആകെ എടുത്തത് 1/8 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ, ഉപ്പുപൊടി. അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി. ഇപ്പം നമ്മൾ ആ പൊടിയൊക്കെ നന്നായിട്ട് ഇടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്കറിയാമല്ലോ, റൂം ടെമ്പറേച്ചറിലായിരിക്കണം എല്ലാം. പിന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ഒരു ചെയ്ത് വരുമ്പോൾ ഒരു 600-650 ഗ്രാമേ കാണുള്ളൂ. അതിലോട്ട് കുറച്ചും കൂടെ ഉപ്പിട്ടു, 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും ഒഴിക്കാം. നമുക്ക് ബട്ടർസ്കോച്ച് കേക്ക് അല്ലേ, ടൈഗർ എന്നുള്ള ബ്രാൻഡിൻ്റെ ബട്ടർസ്കോച്ച് എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു 2 കിലോ ബട്ടർസ്കോച്ച് കേക്കിന് വേണ്ടിയിട്ടാണ്, ഫ്രോസ്റ്റ് ചെയ്ത 2 കിലോ കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഒരു 6 മുട്ടയുടെ കേക്കാണ് വേണ്ടത്. പക്ഷെ ഞാനത് 2ആയിട്ട് എടുക്കാനുള്ള കാര്യം അതെനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അങ്ങനെ എടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ആയിട്ട് ബേക്ക് ചെയ്യുമ്പം 1ആയിട്ട് ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കേക്കിന് കുറേ കൂടെ ഹൈറ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 3 ലെയറേ കിട്ടുള്ളൂ. പക്ഷേ 2ആയിട്ട് ബേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ലെയർ കിട്ടും. അപ്പം നാളെ ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഈ കേക്കിൻ്റെ എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറേ കൂടെ മനസ്സിലാവും. 2ആയിട്ട് ബേക്ക് ചെയ്യുമ്പോഴുള്ള വേറെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടെ സോഫ്റ്റും ആയിരിക്കും കേക്ക്. അപ്പം നമ്മുടെ കേക്ക് മോൾഡിൽ എണ്ണ തേച്ച് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, താഴ്ഭാഗത്തും 4 സൈഡിലും. ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ പാലിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ 3 മുട്ടയുടെ കണക്കിനുള്ള കേക്കിന്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഹാൻഡ് മിക്സി യൂസ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഹാൻഡ് മിക്സി ഇല്ലാത്തവർ വിസ്ക് ഉപയോഗിച്ചിട്ടോ ഫോർക്ക് ഉപയോഗിച്ചോ, ഫോർക്കൊക്കെ യൂസ് ചെയ്താൽ ഇച്ചിരി പാടാണ് നന്നായിട്ട് ബീറ്റായി വരാൻ. പക്ഷേ വിസ്കാണ് കുറച്ചുകൂടെ എളുപ്പം. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എഗ് വൈറ്റും എസൻസും സോൾട്ടും മാത്രമേ ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇത് തന്നെ കുറച്ച് നന്നായിട്ടൊന്ന് ഫ്ലഫി ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, പൊടിച്ച പഞ്ചസാരയുടെ ചൂട് മുഴുവൻ പോയി കഴിഞ്ഞിട്ടേ ഇതിനകത്തോട്ട് ചേർക്കാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം പഞ്ചസാര അങ്ങ് പൊടിച്ച് മാറ്റി വയ്ക്കണം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഒരു 3 ബാച്ചായിട്ടോ 4 ബാച്ചായിട്ടോ, ഇതിപ്പോൾ കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ, 1/4 കപ്പ് പഞ്ചസാരയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 3 ബാച്ചായിട്ട് പഞ്ചസാരയുടെ പൊടി ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓരോ പ്രാവശ്യവും പഞ്ചസാരയുടെ പൊടിയിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം ഇങ്ങനെ മാറി മാറി അതിൻ്റെ ക്വാണ്ടിറ്റി വോളിയം നന്നായിട്ട് കൂടി വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നല്ല ഫ്ലഫി ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ കുറച്ച് പഞ്ചസാരയുടെ പൊടിയിട്ട് കുറച്ച് നേരം അത് മുഴുവൻ അലിഞ്ഞ് നന്നായിട്ട് അതങ്ങ് യോജിച്ചു എന്ന് അറിയുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം കൊണ്ട് ആ പഞ്ചസാര മുഴുവൻ ചേർക്കുക. പക്ഷേ നമുക്ക് ഒരുപാട് പഞ്ചസാരയാണ് ഇപ്പം നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 6 മുട്ടയുടെയോ 8 മുട്ടയുടെയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു 5-6 പ്രാവശ്യമായിട്ട് ചേർക്കേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ റബ്ബർ സ്പാറ്റുല കൊണ്ട്, സിലിക്കോൺ സ്പാറ്റുല കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് വടിച്ചു കൊടുക്കണം. അതിൻ്റെ ആ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ കൺസിസ്റ്റൻസി നല്ല ഫ്രീ ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെതുക്കെ ഓയിൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രാവശ്യം ഒന്ന് ഒഴിക്കുക, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക, അത്യാവശ്യം അതൊന്ന് യോജിക്കാൻ വേണ്ടി മാത്രം.
നമ്മൾ ഹാൻഡ് മിക്സിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓയിലും കൂടെ മിക്സാക്കി കഴിയുന്നത് വരെ മാത്രമേ നമുക്ക് ഈ ഹാൻഡ് മിക്സിയുടെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ സ്പാറ്റില യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തെടുക്കുക, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. മൈദ ഇട്ടിട്ട് വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് യോജിപ്പിക്കാനായിട്ട് കേട്ടോ. എത്രയും സോഫ്റ്റ് ആയിരിക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മളുടെ കേക്കും. അപ്പോൾ മൈദയുടെ പൊടി ഇട്ടു, കുറച്ച് പാലൊഴിച്ചു, അങ്ങനെ ഒരു 3 ബാച്ചായിട്ട് നമുക്കൊരു 3/4 കപ്പ് മൈദയല്ലേ ഉള്ളൂ. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ചെയ്യാനുള്ളതേ കാണുള്ളൂ എന്തായാലും. അപ്പോൾ ഏറ്റവും സോഫ്റ്റായിട്ട് അത് ക്ഷമയോട് ചെയ്യണം. നമ്മൾ ഒരിക്കലും ധൃതിയായിരിക്കുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അത് ശരിയാവാൻ വഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ അതുപോലെ എക്സ്പേർട്സ് ആയിരിക്കണം. പ്രത്യേകിച്ച് തുടക്കക്കാരെ ഒരിക്കലും ഒരു ധൃതി വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ സമാധാനമായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് കാര്യങ്ങളെല്ലാം നേരത്തെ എടുത്തു വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ മുട്ടയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വയ്ക്കും. പക്ഷേ പുറത്തെടുത്ത് വയ്ക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ അതിന് മുകളിലൊക്കെ വെള്ളം കാണും. അപ്പം ആ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഫ്ലഫി ആയിട്ട് വരില്ല. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ ചൂട്. 180 എന്ന് പറയുമെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ അവനും 180 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം എൻ്റെ മോർഫി റിച്ചാർഡ്സ് ആണ്. അപ്പം ഞാൻ വെക്കുന്നത് ഒരിക്കലും എനിക്ക് 180 വെക്കേണ്ടി വന്നിട്ടില്ല. ഒരു 170 160 ഒക്കെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റായിട്ട് കേക്ക് കിട്ടുള്ളൂ. ആദ്യം ഞാൻ ഒരുപാട് കാലം ഞാൻ എൻ്റെ കേക്ക് മോശമാക്കി കളഞ്ഞിട്ടുണ്ട് ഈ 180 വെച്ചിട്ട്. മുകൾ ഭാഗം പെട്ടെന്ന് നമുക്കതങ്ങ് കേക്ക് പൊങ്ങി വരും, പക്ഷേ ആ ഉൾഭാഗത്ത് നടുഭാഗത്ത് നമുക്ക് ആവാനായിട്ട് ലേറ്റ് ആവും. അവസാനമാണ് ഞാൻ എൻ്റെ ഓവൻ്റെ ടെമ്പറേച്ചർ എനിക്ക് അത്രയും വേണ്ടാന്ന് കണ്ടുപിടിച്ചേ പിന്നെ ഇപ്പം പെർഫെക്റ്റായിട്ട് കേക്ക് കിട്ടും. അപ്പം നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് മോൾഡിലോട്ട് കേക്ക് ബാറ്റർ ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങളാണ്. നമ്മൾ ചെറിയ ഒരു സ്ക്യൂർ ഇട്ട് അത് നന്നായിട്ട് അതിൻ്റെ ബബിൾസ് എല്ലാം ഒന്ന് കളയണം. ഒരു കുറച്ച് നേരം ഒരു 2-3 പ്രാവശ്യം മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഒന്ന് നമ്മൾ ആ സ്ക്യൂർ ഇട്ട് ഇങ്ങനെ ഒന്ന് അനക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ബബിൾസ് ഇങ്ങനെ മുകളിൽ വന്ന് പൊട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടാപ്പ് ചെയ്യുക. ഒരു 8-10 പ്രാവശ്യമെങ്കിലും പെതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം നമ്മൾ ഓവനിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ബട്ടർസ്കോച്ച് കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു 3 മുട്ടയുടെ കേക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും അവർക്ക് നമുക്ക് 3 ലെയറുള്ള ഒരു കേക്കിന് പകരം 4 ലെയറുള്ള കേക്ക് കൊടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നാളെ അത് കാണണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലും റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് വീഡിയോയുമായിട്ട് കാണാമേ. താങ്ക്